നടിയെ ആക്രമിച്ച കേസ് 8 വർഷത്തിന് ശേഷം നാളെ വിധി വരും. കേരളക്കര ആകെ ഞെട്ടിയൊരു കേസാണ് നടിയെ ആക്രമിച്ച കേസ്. ദിലീപിന് എതിരെ ചുമത്തിയ ഗൂഢാലോചനാ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ മറ്റു പ്രതികൾക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് ഗൂഢാലോചന നടത്തിയ ആൾക്കും കിട്ടാൻ പോകുന്നത്. ഇനിയും പ്രോസിക്യൂഷൻ ദിലീപിനെതിരെ കോടതിയിൽ അവതരിപ്പിച്ചത് എന്താണെന്ന് നോക്കാം. കൊട്ടേഷൻ നൽകിയതാണ് ആദ്യത്തേത്. മുഖ്യപ്രതിയായ പൾസർ സുനിക്ക് നടിയെ ആക്രമിക്കാനും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താനും കൊട്ടേഷൻ നൽകുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് നടിയുമായുള്ള ദിലീപിന്റെ വ്യക്തിവൈരാഗ്യമാണ്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ടത് നോക്കാം. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം. വളരെ കാലമായി ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതിന് തെളിവായി ഇവർ പലയിടത്തും വെച്ച് കണ്ടിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് കോടതിയിൽ കൊടുക്കുകയും ചെയ്തു. പിന്നീട് പ്രോസിക്യൂഷൻ ശേഖരിച്ച ദിലീപിന്റെ ഡിവൈസിൽ നിന്നും കിട്ടിയിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, വാട്സപ്പ് ചാറ്റുകൾ ഒക്കെയാണ്. പിന്നീടുള്ളത് ദിലീപ് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതാണ്. 261 സാക്ഷികളായിരുന്നു ഈ കേസിലുള്ളത്. 261 സാക്ഷികളെയായിരുന്നു കോടതി ഇതിൽ വിസ്തരിച്ചത്. പിന്നീടുള്ള ഒരു പ്രധാന തെളിവായിരുന്നു CCTV ദൃശ്യം. ദിലീപിന്റെ ഭാര്യയായിട്ടുള്ള കാവ്യമാധവന്റെ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പൾസർ സുനി ചെന്നിട്ടുള്ള ദൃശ്യങ്ങൾ, അതും ഒരു തെളിവായിരുന്നു. അതിലുപരി നടിയും ദിലീപും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം, താനും കാവ്യയുമായുള്ള ബന്ധം പറഞ്ഞ് തൻ്റെ വിവാഹ ജീവിതം നശിപ്പിച്ചു എന്നും പറഞ്ഞ് ഉള്ള വൈരാഗ്യമായിരുന്നു. പിന്നീട് എല്ലാത്തിലുമുപരി ജയിലിൽ നിന്ന് പൾസർ സുനി ദിലീപിന് അയച്ച കത്ത്, ഇതൊക്കെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്തിട്ടുള്ള ശക്തമായ തെളിവുകൾ. ഇനി എന്താണ് വിധിയെന്ന് നമുക്ക് കാത്തിരിക്കാം. നാളെ അറിയാം.